ഹായ് ഫ്രണ്ട്സ്, PSC പഠിപ്പുരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 2025 സെപ്റ്റംബർ 19, 20, 21 എന്നീ ദിവസങ്ങളിലുള്ള കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യ ഭൂഗർഭ മെട്രോ പാത അക്വാ ലൈൻ മുംബൈയിൽ. ഇന്ത്യയിലെ ആദ്യ ഭൂഗർഭ മെട്രോ പാത അക്വാ ലൈൻ മുംബൈയിൽ. 2025 കൊറിയയുടെ പരമോന്നത സാഹിത്യ ബഹുമതിയായ പാക് കോങ് നീ സമ്മാനം എഴുത്തുകാരൻ അമിതാവ് ഘോഷിന് ലഭിച്ചു. 2025 കൊറിയയുടെ പരമോന്നത സാഹിത്യ ബഹുമതിയായ പാക് കോങ് നീ സമ്മാനം എഴുത്തുകാരൻ അമിതാവ് ഘോഷിന് ലഭിച്ചു. ബോളിവുഡ് ചിത്രം ഗാങ്സ്റ്ററിലെ യാ അലി എന്ന ഗാനത്തിലൂടെ പ്രശസ്തനായ ഗായകൻ സുബീൻ ഗാർഗ് അന്തരിച്ചു. ബോളിവുഡ് ചിത്രം ഗാങ്സ്റ്ററിലെ യാ അലി എന്ന ഗാനത്തിലൂടെ പ്രശസ്തനായ ഗായകൻ സുബീൻ ഗാർഗ് അന്തരിച്ചു. നീരജ് ഗെയ്വാൻ സംവിധാനം ചെയ്ത ഹോം ബൗണ്ട് 2026 ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കാർ എൻട്രി. നീരജ് ഗെയ്ഗ്വാൻ സംവിധാനം ചെയ്ത ഹോം ബൗണ്ട് 2026 ഇന്ത്യയുടെ ഔദ്യോഗിക ഓസ്കാർ എൻട്രി. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ശ്രീ മോഹൻലാലിന്. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ശ്രീ മോഹൻലാലിന്. അടൂർ ഗോപാലകൃഷ്ണന് ശേഷം ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുന്ന മലയാളിയാണ് മോഹൻലാൽ. 2 തവണ മികച്ച നടനുള്ളതടക്കം 5 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. 2001 രാജ്യത്തെ 4ാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ പുരസ്കാരവും 2019 രാജ്യത്തെ 3ാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷണും കേന്ദ്ര സർക്കാർ നൽകി. 2009 ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവിയും ലഭിച്ചു. അപ്പോൾ 2001 രാജ്യത്തെ 4ാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ പുരസ്കാരം, 2019 രാജ്യത്തെ 3ാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷണും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. 2009 ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവിയും ലഭിച്ചു. സെപ്റ്റംബർ 21 അൾഷിമേഴ്സ് ദിനം. സെപ്റ്റംബർ 21 അൾഷിമേഴ്സ് ദിനത്തിന്റെ പ്രമേയമാണ് ആസ്ക് അബൌട്ട് ഡെമെൻഷ്യ, ആസ്ക് അബൌട്ട് അൾഷിമേഴ്സ്. ദ തീം 2025 ആസ്ക് അബൌട്ട് ഡെമെൻഷ്യ, ആസ്ക് അബൌട്ട് അൾഷിമേഴ്സ്. ചാർലി ചാപ്ലിൻ ജീവിതവും കലയും എന്ന പുസ്തകം രചിച്ചത് PG സദാനന്ദൻ. ചാർലി ചാപ്ലിൻ ജീവിതവും കലയും എന്ന പുസ്തകം രചിച്ചത് PG സദാനന്ദൻ. സെപ്റ്റംബർ 21 ശ്രീനാരായണ ഗുരു സമാധി ദിനം. സെപ്റ്റംബർ 21 അന്താരാഷ്ട്ര സമാധാന ദിനം. 2025 തീം ആക്ട് നൗ ഫോർ എ പീസ്ഫുൾ വേൾഡ്, ആക്ട് നൗ ഫോർ എ പീസ്ഫുൾ വേൾഡ്. വിദേശത്ത് ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ പ്രതിരോധ നിർമ്മാണ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് മൊറോക്കോയിലാണ്. വിദേശത്ത് ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ പ്രതിരോധ നിർമ്മാണ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് മൊറോക്കോ. GST 2.0 413 ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും. പുതുക്കിയ GST നിരക്ക് പ്രാബല്യത്തിൽ വരുന്നത് 2025 സെപ്റ്റംബർ 22. 2025 പുതിയ GST നിരക്കുകൾ 0%, 5%, 18%, 40%, 0%, 5%, 18%, 40%. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ കുടുംബ കോടതി ശാസ്താംകോട്ടയിൽ. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ കുടുംബ കോടതി ശാസ്താംകോട്ടയിൽ. മിഥുൻ മൻഹാസ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ പുതിയ പ്രസിഡന്റ്. മിഥുൻ മൻഹാസ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ BCCIയുടെ പുതിയ പ്രസിഡന്റ്. പവൻകുമാർ ഭീമപ്പ ഭജന്ത്രി പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി. പവൻകുമാർ ഭീമപ്പ ഭജന്ത്രി പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി സത്യപ്രതിജ്ഞ ചെയ്തു. ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കേരള മീഡിയ അക്കാദമിയുടെ ഇന്ത്യൻ മീഡിയ പേഴ്സൺ അവാർഡിന് അർഹനായത് രാജ്ദീപ് സർദേശായി. കേരള മീഡിയ അക്കാദമിയുടെ ഇന്ത്യൻ മീഡിയ പേഴ്സൺ അവാർഡിന് അർഹനായത് രാജ്ദീപ് ദേശായി. വരയാട് സംരക്ഷണത്തിന് കേരളവും തമിഴ്നാടും സംയുക്ത പദ്ധതി. വനിതാ ഏകദിനത്തിൽ
വേഗമേറിയ രണ്ടാമത്തെ സെഞ്ചുറി നേടിയ താരം സ്മൃതി മന്ദാന. വനിതാ ഏകദിനത്തിൽ വേഗമേറിയ രണ്ടാമത്തെ സെഞ്ചുറി നേടിയ താരം സ്മൃതി മന്ദാന. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രമുഖ പത്രപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ വ്യക്തി സംഘർഷൻ ഠാക്കൂറാണ്. 2025 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രമുഖ പത്രപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ വ്യക്തി സംഘർഷൻ ഠാക്കൂർ. നിപ്പ കണ്ടെത്താൻ പുതിയ പരിശോധനാ സംവിധാനവുമായി കേരളം. നിപ്പ വൈറസ് ബാധ കണ്ടെത്താൻ പുതിയ മാർഗവുമായി തോന്നയ്ക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി. ഏഷ്യ കപ്പ് ഹോക്കി ഇന്ത്യക്ക് കിരീടം. ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ദക്ഷിണ കൊറിയയെ 4-1 തോൽപ്പിച്ച് ഇന്ത്യ കിരീടം നേടി. 2025 ഏഷ്യ കപ്പ് ഹോക്കിയുടെ വേദി ഇന്ത്യയാണ്. 2025 ഏഷ്യ കപ്പ് ഹോക്കിയുടെ വേദി ഇന്ത്യ. 2026 പുരുഷ ഹോക്കി ലോകകപ്പ് ബെൽജിയത്തിലും നെതർലാൻഡിലുമായാണ് നടക്കുന്നത്. 2026 പുരുഷ ഹോക്കി ലോകകപ്പ് ബെൽജിയത്തിലും നെതർലാൻഡിലുമായാണ് നടക്കുന്നത്. അനിമൽ ബർത്ത് കൺട്രോൾ ABC ചട്ടങ്ങൾ പ്രകാരം സംസ്ഥാനത്ത് തെരുവുനായകളെ വന്ധീകരണ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കാനുള്ള പോർട്ടബിൾ ABC യൂണിറ്റ് ആദ്യം നടപ്പാക്കുന്നത് തിരുവനന്തപുരത്താണ്. പൂർണ്ണമായും പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വലിയ സ്വകാര്യ സ്വർണ്ണഖനിയാണ് ആന്ധ്രാപ്രദേശ് ജോനാഗിരിയിൽ. പൂർണ്ണമായും പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വലിയ സ്വകാര്യ സ്വർണ്ണഖനി ആന്ധ്രാപ്രദേശ് ജോനാഗിരിയിൽ. മുതിർന്ന പൗരന്മാരുടെ സാമൂഹികവും ആരോഗ്യപരവുമായ സംരക്ഷണത്തിനായി സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് വയോമിത്രം. മുതിർന്ന പൗരന്മാരുടെ സാമൂഹികവും ആരോഗ്യപരവുമായ സംരക്ഷണത്തിനായി സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി വയോമിത്രം. ഗർഭിണികൾക്കും പ്രസവാനന്തര അമ്മമാർക്കും ആയുർവേദാടിസ്ഥാനത്തിലുള്ള ശാസ്ത്രീയ പരിചരണം നൽകാനായി വനിതാ ഫെഡ് ആരംഭിച്ച പദ്ധതിയാണ് സൂതികാമിത്രം. ഗർഭിണികൾക്കും പ്രസവാനന്തര അമ്മമാർക്കും ആയുർവേദ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രീയ പരിചരണം നൽകാനായി വനിതാ ഫെഡ് ആരംഭിച്ച പദ്ധതിയാണ് സൂതികാമിത്രം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതം ആസ്പദമാക്കി നിർമ്മിക്കുന്ന സിനിമ മാ വന്ദേയിൽ മോദിയെ അവതരിപ്പിക്കുന്നത് ഉണ്ണി മുകുന്ദൻ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതം ആസ്പദമാക്കി നിർമ്മിക്കുന്ന സിനിമയാണ് മാ വന്ദേ. അതിൽ മോദിയെ അവതരിപ്പിക്കുന്നത് ഉണ്ണി മുകുന്ദൻ. 2025 സെപ്റ്റംബർ പ്രകാരം ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമതുള്ള രാജ്യം സ്പെയിനാണ്. ഇന്ത്യയുടെ സ്ഥാനം 134. ഒന്നാമതുള്ള രാജ്യം സ്പെയിൻ. ഇന്ത്യയുടെ സ്ഥാനം 134. സ്ത്രീകളുടെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ കുടുംബങ്ങളെ ശക്തമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്രം ആരംഭിച്ച പദ്ധതി സ്വസ്ഥ് നാരി സശക്ത് പരിവാർ അഭിയാൻ. സ്ത്രീകളുടെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ കുടുംബങ്ങളെ ശക്തമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്രം ആരംഭിച്ച പദ്ധതിയാണ് സ്വസ്ഥ് നാരി സശക്ത് പരിവാർ അഭിയാൻ. ലോകത്തിലെ ഉയർന്ന അൾട്രാ മാരത്തൺ എന്നറിയപ്പെടുന്ന ഗാർത്തുംഗ്ല ചലഞ്ച് പൂർത്തിയാക്കിയ ആദ്യ മലയാളി വനിത സോജ സിയ. ലോകത്തിലെ ഉയർന്ന അൾട്രാ മാരത്തൺ എന്നറിയപ്പെടുന്ന ഗാർത്തുംഗ്ല ചലഞ്ച് പൂർത്തിയാക്കിയ ആദ്യ മലയാളി വനിത സോജ സിയ. ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് 2025 റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തുള്ളത് സ്വിറ്റ്സർലാൻഡ്, 2-ാം സ്ഥാനം സ്വീഡൻ, 3-ാം സ്ഥാനം USA, ഇന്ത്യയുടെ സ്ഥാനം 38. ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് 2025 റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തുള്ളത് സ്വിറ്റ്സർലാൻഡ്, 2-ാം സ്ഥാനം സ്വീഡൻ, 3-ാം സ്ഥാനം USA, ഇന്ത്യയുടെ സ്ഥാനം 38. അടുത്തിടെ ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമായ 107ാമത്തെ രാജ്യം മോൾഡോവ. അടുത്തിടെ ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ അംഗമായ 107ാമത്തെ രാജ്യമാണ് മോൾഡോവ. വിയ്യാപുരം ചുണ്ടൻ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ജേതാക്കളായി. വിയ്യാപുരം ചുണ്ടൻ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ജേതാക്കൾ. പോസ്റ്റ് ഓഫീസുകൾ ഇനി BSNL സേവന കേന്ദ്രങ്ങളാകും. പോസ്റ്റ് ഓഫീസുകൾ ഇനി BSNL സേവന കേന്ദ്രങ്ങളാകും. യൂസഫ് അലി നമ്പർ 1 ഫോബ്സ് റിയൽ ടൈം പട്ടികയിൽ ഏറ്റവും സമ്പന്നനായ മലയാളി. മുഴുവൻ ഇൻഷുറൻസ് ആവശ്യങ്ങൾക്കും ഒറ്റ പ്ലാറ്റ്ഫോം ബീമാ സുഖം ഡിജിറ്റൽ. മുഴുവൻ ഇൻഷുറൻസ് ആവശ്യങ്ങൾക്കും
ഒറ്റ പ്ലാറ്റ്ഫോമാണ് ഭീമ സുഖം ഡിജിറ്റൽ. നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ വീണ്ടും ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നന്ദി.